എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം ഞാൻ ചെലവഴിച്ചത് ചിന്മയ വിദ്യാലയത്തിലാണ്. സ്കൂൾ വിത്ത് എ ഡിഫറൻസ് എന്ന് ചിന്മയ പറയുന്നത് എനിക്ക് എൻ്റെ ലൈഫിൽ ഇറ്റ്സ് എ ടോട്ടൽ ഡിഫറൻസ്. A to Z കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സ്റ്റോർഡായിട്ട് ഇരിക്കുക സ്കൂളിൽ നിന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും. നെക്സ്റ്റ് 5 years നോക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ചിന്മയ്ക്ക് കുറേ കൂടി മാറ്റമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. മിസ്സുമാരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട്. എനിക്ക് സ്കൂളിലെ കുറച്ചുകൂടെ സക്സസിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ്. ആദ്യമായിട്ട് സ്കൂട്ടറിൽ വരുന്ന ഒരു പെൺകുട്ടി. ചിന്മയ വിദ്യാലയ കൊല്ലത്തിന് അതൊരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. ഹരിയോം ചേച്ചി. ഹരിയോം ചേച്ചി ഇപ്പോൾ സ്കൂളിൽ പഠിച്ചതല്ലേ? അതെ. ചേച്ചി എപ്പോഴായിരുന്നു പാസ് ഔട്ട് ആയത്? ഞാൻ 2013 പാസ് ഔട്ട് ബാച്ചാണ്. ചേച്ചി സ്കൂളിൽ പഠിച്ചിട്ട് ഈ സ്കൂളിലെ എന്തൊക്കെയാണ് ഇവിടുത്തെ ഗുണങ്ങൾ, അല്ലെങ്കിൽ ചേച്ചിക്ക് എന്തൊക്കെ സപ്പോർട്ട് കിട്ടി, അതൊന്ന് പറയാമോ? ചിന്മയ വിദ്യാലയത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാടുണ്ട്. കാര്യം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം ഞാൻ ചെലവഴിച്ചത് ചിന്മയ വിദ്യാലയത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നല്ല മെമ്മറീസാണ് ചിന്മയിൽ നിന്നുള്ളത്. പിന്നെ എത്രത്തോളം സപ്പോർട്ട് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയി അല്ലെങ്കിൽ എനിക്ക് നല്ല രീതിയിലൊരു നല്ല ജീവിതം കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഫാക്ടർ ചിന്മയ തന്നെയാണ്. കാര്യം അത്രത്തോളം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ചിന്മയ വിദ്യാലയം. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ വാല്യൂസ് ആണെങ്കിലും ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടാണെങ്കിലും ടീച്ചേഴ്സിലുപരി ഞാൻ പറഞ്ഞില്ല എനിക്ക് എല്ലാവരും അമ്മമാരാണ്. ആ ഒരു കെയറും സ്നേഹവും ഒക്കെ കിട്ടി പഠിച്ച് വന്ന കുട്ടികളാണ് ഞങ്ങൾ. ഞാനെന്നല്ല, ഞങ്ങളുടെയൊക്കെ ബാച്ചിൽ എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് പഠിച്ച എല്ലാ കുട്ടികളും. ചിലപ്പോൾ നിങ്ങൾക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ അതേ ടീച്ചേഴ്സൊക്കെ തന്നെ ഉണ്ട് ഇവിടെ. കുറച്ച് പേരൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ അതേ ടീച്ചേഴ്സ് എല്ലാവരുടെ അങ്ങനെ ഒരു പാർഷ്യാലിറ്റി വെക്കുന്നതോ അങ്ങനെയുള്ള ആരും ഇല്ല ഇവിടെ. എല്ലാവരും ഒരുപോലെ എന്നുള്ള രീതിയിൽ തന്നെ എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സപ്പോർട്ടും എല്ലാം കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഇന്നും എനിക്ക് എൻ്റെ സെക്കൻഡ് ഫാമിലി ആയിട്ട് തന്നെയാണ് ഞാൻ ചിന്മയനെ കാണുന്നത്. അതുകൊണ്ടാണ് എന്ത് കാര്യത്തിനാണെങ്കിലും ഞാൻ ഓടി വരും. ഏത് ആൾക്കൂട്ടത്തിനിടയിൽ ടീച്ചേഴ്സിനെ കണ്ടാലും ശരി തന്നെ ഹരിവും പറഞ്ഞ് അവരോട് സംസാരിക്കും. എത്ര തിരക്കുണ്ടെന്നുണ്ടെങ്കിലും അതവിടെ വണ്ടി ഇപ്പോൾ ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നടന്നു പോകുമ്പോൾ ടീച്ചേഴ്സിനെ കണ്ടാലും ശരി തന്നെ വണ്ടി അവിടെ നിർത്തി ഞാൻ അവരെ കണ്ട് സംസാരിച്ചിട്ടേ പോകുള്ളൂ. അപ്പം അത്രയും ഒരു ആത്മബന്ധം എനിക്ക് ചിന്മയ വിദ്യാലയോടുണ്ട്. ചേച്ചി ഇപ്പോൾ +2ലും ഈ സ്കൂളിൽ തന്നെ അല്ലായിരുന്നോ? അപ്പോൾ ചേച്ചി എന്തായിരുന്നു +2ൽ സെലക്ട് ചെയ്തത്? +2ൽ എൻ്റെ സബ്ജക്റ്റ് ബയോമാത്സ് ആയിരുന്നു, ബയോളജി മാത്സ് ആയിരുന്നു. എന്ന് വെച്ചാൽ മാത്സിൽ ഞാൻ അത്ര ഭയങ്കര ബ്രില്യൻ്റ് ഒന്നും അല്ലായിരുന്നു. ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ട് തന്നെ പഠിച്ചു വന്ന വ്യക്തിയാണ്. ടോപ്പ് സ്കോറർ എന്നൊന്നും പറയാനൊന്നും പറ്റില്ല, എന്നാലും ആവറേജ് ആയിട്ട് പഠിച്ചു വന്ന വ്യക്തി തന്നെയാണ്. പക്ഷേ സ്കൂളിൻ്റെ ഡിസിപ്ലിൻ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, വാല്യൂസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേറെ പേരുദോഷമൊന്നും കേൾക്കാതെ തന്നെ പഠിച്ചിറങ്ങിയ ഒരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അത് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ടീച്ചേഴ്സിനിടയിലാണെങ്കിലും എനിക്ക് ടീച്ചേഴ്സിനോടാണെങ്കിലും ടീച്ചേഴ്സിന് എന്നോടാണെങ്കിലും ആ ഒരു സ്നേഹവും ഇതെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നു ബയോമാത്സ് എടുക്കാൻ? ബയോമാത്സ് എടുക്കാൻ എനിക്ക് കുഞ്ഞുനാളിൽ മുതലേ ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഒരു ഏജ് കഴിയുമ്പം അന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് കുഞ്ഞുനാളിലൊക്കെ നമ്മൾ ഈ മറ്റേ ഈ തെങ്ങിൻ്റെ ഈ ഇതൊക്കെ ഇല്ലേ, മറ്റേ ഒരു സംഭവം ഉണ്ടല്ലോ, അത് വെച്ച് വെള്ളക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അതെങ്ങനെ നെഞ്ചിലൊക്കെ വെച്ച് ഇങ്ങനെ നോക്കുന്ന പരിപാടിയൊക്കെ എനിക്ക് കുഞ്ഞുനാളിലുണ്ടായിരുന്നു, അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെ ഒക്കെ അടുത്ത് പോയിട്ട്. അപ്പം അന്നേ എല്ലാവരും പറയൂ ഇത് ഡോക്ടർ ആവാനായിരിക്കുമല്ലോ എന്ന് പറയായിരുന്നു. പക്ഷെ അങ്ങനെ എപ്പോഴോ അത് കുഞ്ഞുനാളിൽ മുതലേ മൈൻഡിലും കയറി ഡോക്ടർ ആവണം എന്നുള്ളത്. അപ്പോൾ സയൻസ് തന്നെ നമ്മൾ പ്രിഫർ ചെയ്ത് പഠിക്കണമല്ലോ. അപ്പോൾ സയൻസിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്കൊന്ന് ആ സമയത്തൊക്കെ ഇവിടെ നമ്മൾ ടീച്ചേഴ്സ് ഡേക്ക് ഇവിടെ നടത്തുമല്ലോ, പരിപാടി നടത്തുമ്പം എൽഡർ ആയിട്ടുള്ള സ്റ്റുഡൻസ് വന്നിട്ട് ജൂനിയർ സ്റ്റുഡൻസ് നമ്മൾ ക്ലാസ്സസ് എടുത്ത് കൊടുക്കുമല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങളുടെ ഇതിൽ ക്ലാസ്സസ് ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്സസ് ഒക്കെ എടുത്ത് ഒരു ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ അന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പൽ നിർമ്മല മിസ്സായിട്ടോ, ഇന്ന് നിഷ മിസ് അല്ലേ, അന്ന് ഞങ്ങളുടെ സമയത്ത് പ്രിൻസിപ്പൽ നിർമ്മല മാം ആയിരുന്നു. അപ്പോൾ മാമിൻ്റെ അടുത്ത് കൊണ്ട് ചെന്ന് നിർത്തും, നമ്മളെ കുറേ സ്റ്റുഡൻസിനെ നിർത്തും, ഓരോരുത്തരും എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്നുള്ള ഫീഡ്ബാക്ക് എടുക്കും. അപ്പോൾ അങ്ങനെ എടുത്തപ്പോൾ മാം എൻ്റെ അടുത്ത് ചോദിച്ചു കാവ്യയ്ക്ക് ആരാവണം എന്നാണ് ആഗ്രഹം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഡോക്ടർ ആവണം എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു അതെന്താ ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹം? ഞാൻ പറഞ്ഞു എന്തോ എനിക്ക് ആഗ്രഹമാണ് ഡോക്ടർ ആവണം എന്ന ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പക്ഷേ ടീച്ചർ ആവാൻ നല്ല ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ടീച്ചർ ആവാൻ ഒരു കാപ്പബിലിറ്റി ഉണ്ട്, എബിലിറ്റി ഉണ്ട് എന്ന് എനിക്ക് പോയിന്റ് ഔട്ട് ചെയ്തതെന്ന ആൾ നിർമ്മല മിസ്സാണ്. പക്ഷേ ഇന്ന് ഞാൻ ഹാപ്പിയാണ് അത് പറയാൻ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ പാരാമെഡിക്കൽ സയൻസ്, നഴ്സിംഗ്, ഡയാലിസിസ് ഇതിനെല്ലാത്തിനും ഞാൻ ക്ലാസ്സസ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ട്രെയിനറും കൂടിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. പാരലലി ഇപ്പോൾ ഡോക്ടറായിട്ട് ഇരിക്കുമ്പോൾ തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ ആസ് എ ടീച്ചർ ഓൾസോ എനിക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്നുള്ളതിനകത്ത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇത് രണ്ടും ക്ലബ് ചെയ്ത് ഇന്ന് പ്രൊഫഷൻ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അന്ന് ഇപ്പോൾ മോള് ചോദിച്ച് അന്ന് എന്തുകൊണ്ട് ബയോമാത്സ് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ പ്രൊഫഷനാണ് അതിനുള്ള ഉത്തരം.
ഉത്തര ചിന്മയുടെ ഹെഡ് ഗേൾ ആണ് അല്ലേ? ഓക്കെ. ഈ ഒരു പൊസിഷനിലോട്ട് ഇരിക്കുമ്പോൾ അത്യാവശ്യം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് അല്ലേ? ശരി, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ? എനിക്ക് പറയാനുള്ളത്, ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന്. സോ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. പിന്നെ മിസ്സുമാരുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. എനിക്ക് സ്കൂളിലെ കുറച്ചുകൂടെ അതിൻ്റെ സക്സസ്സിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. മോൾ ഏത് സബ്ജക്റ്റാണ് എടുത്തിരിക്കുന്നത്? ഞാൻ 9th സെക്കൻഡ് ലാംഗ്വേജേ ഉള്ളൂ. സെക്കൻഡ് ലാംഗ്വേജ് സംസ്കൃതം. ഓക്കെ ഓക്കെ ഓക്കെ. ഭാവിയിൽ എന്താവണം എന്ന് ആഗ്രഹം? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല, പക്ഷേ ആസ്ട്രോഫിസിസ്റ്റ് ആവണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഓക്കെ ഓക്കെ. എൻ്റെ ചിറ്റപ്പൻ്റെ മോളിപ്പം ആസ്ട്രോ ഫിസിക്സ് ഇപ്പം കിട്ടി, തുമ്പയിൽ കിട്ടി, MSc. അതെ അതെ, വെരി ഗുഡ്. നല്ലൊരു സംഭവം. പക്ഷെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തെങ്കിലേ നമുക്ക് ആ പൊസിഷനിലോട്ട്. കാര്യം ഒരു 3 ഇയേഴ്സോളം പുള്ളിക്കാർ കഷ്ടപ്പെട്ടാൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ഒരു പാർട്ട് അതിൽ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിന് പറ്റും. ഇപ്പോഴേ ആ ഒരു ട്രാക്കിലോട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും പറ്റും. അതിനൊക്കെ എത്രത്തോളം ഇവിടെ ടീച്ചേഴ്സിന് സപ്പോർട്ട് കിട്ടുന്നുണ്ട്? ടീച്ചേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സബ്ജക്ട്സ് ഒക്കെ നന്നായിട്ടെല്ലാം പഠിക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ? ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ബുദ്ധിമുട്ടുള്ള കണക്കോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് മാത്സിൽ കുറച്ച് വീക്കായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ മിസ്സുമാരോടെല്ലാം ഡൗട്ടൊക്കെ ചോദിച്ച് അതെല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോഴൊക്കെ നല്ല സപ്പോർട്ടാണ് അല്ലേ ടീച്ചേഴ്സ് ഒക്കെ? ഓക്കെ ഓക്കെ. അല്ലാതെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയാൻ ഏതാണ് മോളിൽ? ഇപ്പോൾ ആർട്സ്, സ്പോർട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ? സ്പോർട്സ് ഞാൻ അധികം ചെയ്യാറില്ല, പക്ഷെ ആർട്സിൽ ഞാൻ അധികം ഉണ്ട്. എന്താ ആർട്സിനകത്ത്? എന്താ ഡാൻസ്, മ്യൂസിക്? എല്ലാം ഉണ്ട്. എല്ലാത്തിനും അത് ഇൻവോൾവ് ആവാറുണ്ട്. ശരി. എന്നാലും കൂടുതൽ ഇഷ്ടം എന്ന് പറയാനായിട്ട് എന്തെങ്കിലും? ഡാൻസ് ആണ്. ക്ലാസിക്കൽ ആണോ വെസ്റ്റേൺ ആണോ? ക്ലാസിക്കലും വെസ്റ്റേണും എല്ലാം ചെയ്യാറുണ്ട്. ഇവിടുത്തെ നമ്മുടെ സർഗോത്സവത്തിനൊക്കെ പങ്കെടുക്കാറുണ്ടോ? ആനുവൽ ഡേ പ്രോഗ്രാംസിനും എല്ലാത്തിനും ഉണ്ട്. ഓക്കെ ഓക്കെ. സിംഗിൾ പ്രോഗ്രാംസ് ആണോ അതോ ഗ്രൂപ്പ് ആയിട്ടാണോ ചെയ്യുന്നത്? ഗ്രൂപ്പും ഉണ്ട്, സിംഗിളും ഉണ്ട്. ഓക്കെ ഓക്കെ. എന്താണെന്നറിയോ ചേച്ചി ചോദിച്ച കാര്യം, എൻ്റെയൊക്കെ സമയത്തും ഇതുപോലെ ഇപ്പം ഞാൻ നേരത്തെ വന്നപ്പോഴും മിസ്മാരെല്ലാം എന്നെ കാണുന്ന ഉടനെ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഡാൻസറായിരുന്നു. അപ്പോൾ ഡാൻസ് എന്ന് പറഞ്ഞിട്ടാണ് എപ്പോഴും ടീച്ചേഴ്സ് എന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത്. എപ്പോഴും ആ ഡാൻസ്, ഈ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഓരോ ഡാൻസസ് ആയിരിക്കും പറയാനായിട്ടുള്ള ഒരു സംഭവം. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഡാൻസ് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണല്ലോ സംസാരിക്കാനായിട്ട്. പിന്നെ എന്താ നമ്മുടെ സ്കൂളിലെ ചേഞ്ചസ് ഒക്കെ എന്താ? മോള് വന്ന ഏത് ഇയറിലാണ് വരുന്നത്? എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, തോന്നുന്നു 2015 സമയത്തൊക്കെയാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രത്തോളം വരുമ്പം എത്ര ചേഞ്ചസ് മോക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചിന്മയിൽ തന്നെ? ചേഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം സ്മാർട്ട് ക്ലാസ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ലൈബ്രറി ഇപ്പോൾ കുറച്ചുകൂടെ നല്ല ഇതാക്കിയിട്ടുണ്ട്. ലാബും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. പിന്നെ ടീച്ചേഴ്സ് ഇപ്പോൾ പഠിപ്പിക്കുന്നതും വേറൊരു രീതിയിലാണ്. മറ്റേ സ്മാർട്ട് ക്ലാസ്സും അങ്ങനത്തെ എല്ലാം ഇൻവോൾവ് ചെയ്തിട്ട്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 10th സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോഴേക്കും സ്മാർട്ട് ക്ലാസ് ഒക്കെ ലോഞ്ചായി. അന്ന് ചെറിയ 2-3 ക്ലാസ്സസിലൊക്കെ നമ്മുടെ മെയിൻ ബിൽഡിംഗ്, അന്ന് ഒരു ബിൽഡിംഗ് അല്ലേ ഉള്ളൂ. അപ്പോൾ ആ ബിൽഡിങ്ങിൽ ഒരു 2-3 ക്ലാസ്സസിലൊക്കെ ഇതുപോലെ സ്ക്രീൻസ് ഒക്കെ വെക്കും. പക്ഷെ അന്ന് ടീച്ചേഴ്സും അത്രയും ട്രെയിൻഡ് അല്ലല്ലോ. അപ്പോൾ നമുക്കത് ആക്സസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്ക് ചില എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇട്ട് കാണിച്ച് തരുന്നുണ്ട്, അന്നങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്ന് അതൊരു കൗതുകമായിരുന്നു. കാര്യം പല സ്കൂൾസിലും ഈ സ്മാർട്ട് ക്ലാസ്സസ് ഉണ്ട്, ക്ലാസ് ഹൈലി എക്യുപ്ഡ് ആണ് എന്നൊക്കെ പറയുമ്പോഴൊക്കെ നമുക്ക് അന്ന് ഈ സ്മാർട്ട് ക്ലാസ് എന്താ ഈ സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെ ഒരു ഭയങ്കര കൗതുകം ഉള്ള ഒരു സമയമായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പം കുറേ കൂടി അഡ്വാൻസ്ഡ് ആയപ്പോഴേക്കും അല്ലേ, നിങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങളുടെ ഒന്നും സമയത്ത് അത്രയും ക്യൂരിയോസിറ്റി ചിലപ്പോൾ കാണത്തില്ല. കാര്യം ഇന്ന് മൊബൈൽ ഫോൺസും ലാപ്ടോപ്സും എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇന്ന് ചിലപ്പോൾ അത്രയും ഒരു കൗതുകം കാണത്തില്ല. കാര്യം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനോടുള്ള ആക്സസ് തന്നെ കുറവല്ലേ. അപ്പോൾ ഈ സ്കൂളിൽ ക്ലാസ് റൂംസിൽ സ്ക്രീൻസ് എന്നൊക്കെ പറയുമ്പോൾ കമ്പ്യൂട്ടർ കൊണ്ട് പ്രൊജക്ടർ കൊണ്ട് വെക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് അത് ഭയങ്കര സംഭവം. നമ്മൾ മറ്റേ ചില ഫിലിംസിലൊക്കെ മാത്രം കാണുന്ന സംഭവങ്ങൾ നമുക്ക് ഡയറക്റ്റ് ക്ലാസ് റൂമിലോട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഫാക്ടർ ആയിരുന്നു. എനിക്കൊന്ന് ഇപ്പം നിങ്ങൾക്ക് അത്രയും ഒരു ക്യൂരിയോസിറ്റി ചിലപ്പം വരുന്നത്. നിങ്ങളിപ്പോൾ അതിനകത്തായി അല്ലേ, ഇപ്പം ഓൾമോസ്റ്റ് നിങ്ങൾ ആ ഒരു ഇതിനകത്തായി. അന്ന് ഞങ്ങൾക്ക് തോന്നുന്നു സ്മാർട്ട് ക്ലാസ് ലോഞ്ച് ചെയ്ത സമയത്ത് അഖിൽ എന്ന് പറഞ്ഞ ഒരു ചേട്ടനായിരുന്നു അത് അന്ന് വന്ന് ഇതിൻ്റെ കംപ്ലീറ്റ് ആക്സസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടാവുന്നത്. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആലോചിക്കണം ഇത്രയും വർഷം മുന്നേ ഉള്ള ആണ്. പക്ഷെ നമ്മൾ എല്ലാം അതൊരു മെമ്മറീസ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സ്റ്റോർഡ് ആയിട്ട് ഇരിക്കുക സ്കൂളെന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും. ചേച്ചിയുടെ ഫ്രണ്ട്സിനെ പറ്റി ഒന്ന് പറയാമോ? ചേച്ചിയുടെ ബാച്ചിൽ കൂടെ ഉണ്ടായിരുന്ന അവരായിട്ട് ഇപ്പം കോണ്ടാക്ട് ഉണ്ടോ? പിന്നെ കോണ്ടാക്ട് ഉണ്ടോ നോക്കണം. ഒട്ടുമിക്ക എല്ലാവരുമായിട്ടും കോണ്ടാക്ട് ഉണ്ട്. കാര്യം അത്യാവശ്യം നല്ല ഒരു ബാച്ചായിരുന്നു ഞങ്ങളുടേത്. അതെനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു ബാച്ചായിരുന്നു ശരിക്കും ഞങ്ങളുടേതെന്ന് മാത്രമല്ല. ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു 2-3 ബാച്ചസ് ഉണ്ട്. അത് ശരിക്കും ഇപ്പം നിൽക്കുന്ന ടീച്ചേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് ബാച്ചസ് ആയിരിക്കാം. അത്യാവശ്യം കുരുത്തക്കേടുകളുണ്ട്, ഓരോ കുസൃതികൾ ഒപ്പിക്കുന്നതുണ്ട്. പക്ഷെ
പക്ക നീറ്റായിട്ട് എന്നാൽ ടീച്ചേഴ്സിനെല്ലാം റെസ്പെക്ട് ചെയ്തുകൊണ്ട് പോകുന്ന നല്ല ഒരു ബാച്ചായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു ബാച്ചിലെ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഒന്നും എനിക്ക് പിന്നീട് എൻ്റെ ലൈഫിൽ എവിടെയും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ അതിന് ശേഷം ഒരു 6 വർഷത്തോളം കോളേജിൽ പഠിച്ചു. പക്ഷേ ഇന്നും എനിക്ക് അത്രയും ജെനുവിനായിട്ട് അല്ലെങ്കിൽ അത്രയും ബോണ്ട് എന്ന് എനിക്ക് ഒരു ഇമോഷണൽ ഫാക്ടറാണ് എനിക്ക് എപ്പോഴും സ്കൂളിലെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നല്ല റീസെൻ്റായിട്ട് കുറേ പേരുടെ മാരേജസ് ഒക്കെ കഴിഞ്ഞു. അവരൊക്കെ വിളിക്കും, കല്യാണം വിളിക്കും, സംസാരിക്കും. ചിലരുടെയൊക്കെ പോകാൻ പറ്റി, ചിലരുടെയൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ പലരും പല സ്ഥലത്താണ്. പക്ഷെ എല്ലാവരും സെറ്റായി, എല്ലാവരും ഓരോ ജോബായി. പലരും ഡോക്ടേഴ്സായി, എൻജിനീയേഴ്സ് ആയിട്ടുണ്ട്, കസ്റ്റംസിലുണ്ട്, പിന്നെ BDS ഡോക്ടറുണ്ട്, പിന്നെ ഗവൺമെൻറ് പൊസിഷൻസ് തന്നെ പലരും ഓരോന്ന് വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല സെറ്റിലായി, എല്ലാവരും ബാങ്കിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുവിധം എല്ലാവരും സെറ്റിലായി അവരവരുടെ ഫാമിലീസായിട്ട് പോകാം. പക്ഷെ എന്നാലും പറ്റുന്നിടത്തോളം ഞങ്ങൾ കീപ്പ് ഇൻ ടച്ച് വെക്കാറുണ്ട്, മാക്സിമം ഉണ്ട്. ഒരു സമയം വരെ ഞങ്ങൾ ഇവിടെ അലുമിനി മീറ്റൊക്കെ ഞങ്ങൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ബാച്ചിൻ്റെ ഞങ്ങൾ ഓണായിട്ട് ഒരു December 24th ചൂസ് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഒരു ആളുണ്ടല്ലോ, അതിൻ്റെ മൂട്ടിലിങ്ങനെ ഞങ്ങൾ കൂടുമായിരുന്നു. പിന്നെ ഒരു സമയം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വഴിക്ക് പോയപ്പോഴേക്കും അങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ശരിക്കും നിഷ മാമിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും അങ്ങനെ പറ്റുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ ബാച്ചസ് ഒരു റീയൂണിയൻ സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും. ചേച്ചി ഇപ്പോൾ ഇത്രയും വർഷം ഇവിടെ പഠിച്ചിട്ട് ചേച്ചിയുടെ ഫേവറേറ്റ് ടീച്ചർ എന്ന് പറയാനുള്ളത് ആരാണ്? അയ്യോ, ശരിക്കും ഫേവറേറ്റ് ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും കേട്ടോ. കാര്യം എനിക്ക് ഇവിടെ ഉള്ള ഒട്ടുമിക്ക എല്ലാവരും ഫേവറേറ്റ്സാണ്. അതായത് ഇപ്പം നമ്മൾ പറയത്തില്ലേ, ഇപ്പം നമുക്കൊരു സബ്ജക്റ്റിനോട് പ്രത്യേക ഇഷ്ടം തോന്നാൻ ചിലപ്പം കാരണക്കാർ ടീച്ചേഴ്സ് ആകും എന്ന് പറയത്തില്ലേ. ഒരു പരിധി വരെ അത് ശരിയാണ്. അപ്പം എനിക്ക് പേഴ്സണലി പക്ഷേ ഇവിടെ ഈ സബ്ജക്ട്സും ടീച്ചേഴ്സും അധികം അങ്ങനെ കണക്റ്റ് ആയിട്ടില്ല. എനിക്ക് ടീച്ചേഴ്സ് ആയിരുന്നു എനിക്കെപ്പോഴും ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതൽ തോന്നിയിട്ടുള്ള എപ്പോഴും ടീച്ചേഴ്സ്. ആ ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരു പേഴ്സണോട് എനിക്ക് എപ്പോഴും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു ലിസ്റ്റ് തന്നെ ചിലപ്പോൾ ഞാൻ പറയേണ്ടി വരും. ഒരുപാട് പേര് ഇവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്, കുറേ പേര് ഗവൺമെൻറ് ജോബ് കിട്ടി പോയിട്ടുള്ളവരുണ്ട്. ഈ റീസെൻ്റായിട്ട് ഞാൻ പണ്ട് എന്നെ ബയോളജി പഠിപ്പിച്ച ശ്രീരേഖ എന്ന് പറഞ്ഞ മിസ്സുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. മിസ്സിനെ ഞാൻ കാണാനിടയായി. ഞാൻ ഒരു ഗവൺമെൻറ് സ്കൂളിൽ ക്ലാസ് എടുക്കാനായിട്ട് പോയപ്പോഴേക്കും വളരെ യാദൃശ്ചികമായിട്ട് അവിടുത്തെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ ഞാൻ മിസ്സിൻ്റെ ഫോട്ടോ കാണുക. അപ്പോൾ കണ്ടപ്പോഴേക്കും ഞാൻ ചോദിച്ചു, ഇത് ശ്രീലേഖ മിസ്സല്ലേ, മിസ് ഇവിടെയാണോ എന്ന് ചോദിച്ചു. ഡോക്ടറിനെ അറിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് മിസ്സ് എന്ന്. എങ്കിൽ ഞങ്ങൾ ഇപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞ പ്രിൻസിപ്പൾ അപ്പം തന്നെ പ്യൂണിനെ വിട്ട് ടീച്ചറിനെ വിളിപ്പിക്കുകയാണ്. എന്നെ കണ്ടതും മിസ് എന്നെ ഹഗ് ചെയ്ത് ഭയങ്കര ഇമോഷണലായി. മിസ്സിൻ്റെ കണ്ണ് നിറഞ്ഞ്, എൻ്റെ കണ്ണ് നിറഞ്ഞ് ഭയങ്കര ഹാപ്പി. കാര്യം നമ്മളെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത്രയും ഒരു സ്കൂൾ നോക്കി എത്ര സ്ട്രെങ്ത് വരും. അത്രയും ആളുകളിൽ നിന്ന് കുട്ടികളെ അങ്ങനെ എത്രയോ വർഷത്തിന് ശേഷം ഞാൻ മിസ്സിനെ കാണുന്നത്. അപ്പം മിസ്സിൻ്റെ മോൾക്ക് ഇപ്പോൾ എയിംസിൽ കിട്ടി, MBBS കിട്ടി, അത് പഠിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ഇത്രയും കുടുംബത്തിലൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ ശരിക്കും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ശരിക്കും നമ്മൾ LKG എന്ന് പറയുമ്പം എനിക്കതൊരു ഇമോഷനാണ്. കാര്യം LKGയിൽ എന്നെ പഠിപ്പിച്ച അനിത മിസ്സുണ്ട്. അനിത മിസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 1 year 2 year ആയിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു മിസ് റിട്ടയർഡ് ആയിട്ട്. അതെ, ശരിക്കും മിസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഒരു ഇമോഷനാണ്. അനിത മിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതൊരു ഫീലാണ് എനിക്ക് LKG മുതൽ. അതാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും മിസ്സുമായിട്ട് എനിക്ക് ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്. ഇപ്പോഴും ഞങ്ങൾ കീപ്പ് ഇൻ ടച്ചാണ്. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മിസ് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതൊക്കെ ഒരു ഭയങ്കര ഭാഗ്യമായിട്ട്. അതുപോലെ UKGയിൽ പഠിപ്പിച്ച് ഇന്ദിര മിസ്സുണ്ട്. അതൊക്കെ എനിക്കറിയില്ല, ഇന്നൊക്കെ ചിലപ്പോൾ എത്ര കുട്ടികൾ LKGയിലും UKGയിലൊക്കെ പഠിപ്പിച്ച മിസ്സുമാരെ ഓർക്കുന്ന പോലും എനിക്ക് അറിയത്തില്ല. പക്ഷെ അതൊക്കെ എന്നെ സംബന്ധിച്ച് അതെൻ്റെ ലൈഫിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒത്തിരി ടീച്ചേഴ്സ് ഉണ്ട്. രശ്മി മിസ്സുണ്ട്, മാത്സ് പഠിപ്പിച്ച രശ്മി മിസ്സുണ്ട്, ഇംഗ്ലീഷ് പഠിപ്പിച്ച രശ്മി മിസ്സുണ്ട്, സോഷ്യൽ സയൻസ് പഠിപ്പിച്ച രശ്മി മിസ്സുണ്ട്. രശ്മി മിസ് തന്നെ 2-3 തരത്തിലുണ്ട്. അതെ, പിന്നെ ദീപ മിസ്, സീമ മിസ്, ഒത്തിരി മിസ്സുമാരുണ്ട്. എനിക്കത് പേര് പറയാനായിട്ട് പറ്റില്ല. പിന്നെ മ്യൂസിക് മിസ് ഷീജ മിസ്സുണ്ട്. അതെ, അങ്ങനെ എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ പഠിപ്പിച്ച സ്വപ്ന മിസ്സുണ്ട്, പ്രീതി മിസ്സുണ്ട്, മാത്സ് പഠിപ്പിച്ച സുനി മിസ്സുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതെല്ലാം എന്താ പറയുക, എൻ്റെ ഹാർട്ടിനോട് ചേർന്നിരിക്കുന്ന ലിസ്റ്റുകൾ. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒരാളുടെ പേരൊന്നും മെൻഷൻ ചെയ്ത് എനിക്ക് അവരെ വിഷമിപ്പിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും എനിക്ക് ഹൃദയത്തോട് ചേർന്നിരിക്കുന്നവരാണ്. കാര്യം അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അന്നൊന്നും ഇപ്പം മോള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇപ്പം എന്താകണം അല്ലെങ്കിൽ ആരാകണം എന്തായിപ്പെടും എന്നൊന്നും നമുക്ക് അന്നും ഒരു ഷുവറിറ്റി ഒന്നുമില്ല. കാര്യം ലൈഫ് ഈസ് ഓൾവേസ് അൺസർട്ടൈൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമുക്കത് പ്രഡിക്റ്റബിൾ അല്ല. എന്നാലും നമ്മൾ നിശ്ചയിക്കുന്ന ഒരു ട്രാക്കിലൂടെ പോകാൻ പറ്റും. പോകുന്ന വരെ പോകാം. അൾട്ടിമേറ്റ്ലി നമുക്ക് ആ ഡെസ്റ്റിനേഷനിൽ എത്താം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ടീച്ചേഴ്സിനും അതേ കാഴ്ചപ്പാട് തന്നെ ആയിരിക്കും. എന്നാലും എനിക്ക് തോന്നുന്നു ഒരുവിധം നന്നായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാം നല്ലതാവണം, നല്ല നിലയിൽ എത്തണം. അതിപ്പോൾ ഞങ്ങളുടെ സമയത്തൊന്നല്ല, ഇപ്പം നിങ്ങളുടെ സമയത്താണെങ്കിൽ ഇപ്പോഴും ഓരോ കുട്ടികളെയും ഓരോ ടീച്ചർമാർ പഠിപ്പിക്കുമ്പം അവരെ നല്ലൊരു നിലയിൽ എത്തിക്കാണണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഓരോ ടീച്ചേഴ്സും.
അപ്പം അത് ഇവിടെ എല്ലാ ടീച്ചേഴ്സിനുള്ളൊരു ഭയങ്കര ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചേച്ചി ഇപ്പം ആർട്ടിലും ഡാൻസിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അപ്പം ചേച്ചിക്ക് ഈ സ്കൂളിൽ ആനുവൽ ഡേയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആനുവൽ ഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും ഒരു ഫെസ്റ്റിവൽ ടൈമാണ്. അതെനിക്ക് നിങ്ങൾക്കും എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? നമുക്ക് കിട്ടുന്ന ഇയർലി കിട്ടുന്ന ഒരു ഭയങ്കര അടിച്ചു പൊളിക്കാൻ കിട്ടുന്ന ഒരു സമയമായിരുന്നല്ലോ. ഇപ്പോഴത്തെ അത്രയും ഒന്നും ചിലപ്പോൾ ഞങ്ങൾക്ക് അന്ന് കിട്ടത്തില്ലായിരുന്നു. കുറേയൊക്കെ ഞങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. കാര്യം അക്കാഡമിക്സ് കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു ഇത് മേജർ ഫാക്ടർ കിടക്കുന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എൻ്റർടൈൻമെൻറ്റ്സ് എല്ലാം കുറച്ച് നമ്മളൊന്ന് കുറയ്ക്കണം എന്നുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ അന്ന് ഈ ഇതുപോലെ നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഓൺ റിസ്കിൽ നമ്മുടെ താല്പര്യത്തിൽ നമ്മൾ സമയം കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സമയമായിരുന്നു. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ക്ലാസ്സിന് നമുക്ക് അധികം കട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഞങ്ങൾക്ക് ആ സമയത്ത്. അപ്പം ഞങ്ങൾ ചിലപ്പോൾ ലഞ്ച് ബ്രേക്ക് ഇടുന്ന ഇച്ചിരി പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്നായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ഞങ്ങൾ ഗ്യാദർ ചെയ്ത് അങ്ങനെയായിരിക്കും സാറ്റർഡേ സൺഡേ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു സ്കൂൾസിൽ തന്നെ അത് ചെയ്യാനായിട്ട് അവർ പ്രത്യേക കുറച്ച് സമയം എടുക്കുകയൊക്കെ ചെയ്യും. അന്ന് അത്രയും ഞങ്ങൾക്ക് കിട്ടത്തില്ല. കാര്യം കൂടുതലും അക്കാഡമിക്സ് തന്നെ ആയിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് ശരിക്കും എനിക്കൊരു ലിമിറ്റേഷനായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നാലും ആ ലിമിറ്റേഷൻ നിന്നുകൊണ്ട് തന്നെ 14 വർഷവും എല്ലാ ആനുവൽ ഡേയ്ക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓൺ കൊറിയോഗ്രഫിയിൽ തന്നെ ഞങ്ങൾ ഒരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര ഭാഗ്യം. പിന്നെ അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ള ആ സമയത്ത് കിട്ടിയൊരു വലിയ ഭാഗ്യമായിരുന്നു സ്വാമി ചിന്മയാനന്ദജിയുടെ സെൻറ്റിനറി സെലിബ്രേഷൻ ആയിരുന്നു. ഞാൻ +2 പഠിക്കുന്ന ടൈമിലായിരുന്നു ആ സെലിബ്രേഷൻ വരുന്നത്. അപ്പോൾ അത് സൂര്യ 101 എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനായിരുന്നു അത്. അപ്പം ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ എല്ലാ സ്കൂൾസും കൂടെ ചിന്മയുടെ തന്നെ എല്ലാ സ്കൂൾസും കൂടെ ചേർന്നിട്ട് കുറച്ച് പോർഷൻസ് സ്വാമിജിയുടെ ഒരു ജീവിത ചരിത്രം അതിനെ എല്ലാം കൂടെ ആസ്പദമാക്കിയിട്ട് ഒരു സ്റ്റോറി പോലെ ഒരു വീഡിയോ പോലെ ആക്കിയെടുക്കണം. അപ്പോൾ അതിന് ഓരോ സ്കൂളിൽ നിന്നും കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിങ്ങനെ ഓരോ ഡ്രാമാസ് ആയിരിക്കാം, ഡാൻസസ് ആയിരിക്കാം, അങ്ങനെ ഓരോന്ന് മിക്സ് ചെയ്ത് ഒരു സ്റ്റോറി പോലെ ആക്കിയിട്ട് അത് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഹൈദരാബാദ് എന്തോ ആയിരുന്നു തോന്നുന്നു അത് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യണമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയെന്ന് പറയുന്ന ഒരു ഭയങ്കര അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം അതെപ്പോഴും കിട്ടില്ലല്ലോ, അതെപ്പോഴും എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ കിട്ടില്ലല്ലോ. അപ്പോൾ അത് ആ ഒരു സമയത്തുണ്ട്. അത് കൊല്ലത്ത് സോപാന ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ആ ഫംഗ്ഷൻ. അതിൽ ഭഗവാൻ ശിവനായിട്ട് വേഷമിടാനായിട്ട് സാധിച്ചു. അപ്പം അതൊരു ഭയങ്കര അനുഗ്രഹമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡാൻസ് അല്ലെങ്കിൽ ആനുവൽ സെലിബ്രേഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും അതൊരു ഓർമ്മയാണ്. ഇപ്പം എൻ്റെ ഓർമ്മ ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് പറയാനായിട്ട് എന്താ ഉള്ളത് ഇപ്പോഴത്തെ ആനുവൽ ഡേ സെലിബ്രേഷൻസ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പോഴത്തെ ആനുവൽ ഡേ സെലിബ്രേഷൻസ് എന്ന് പറയുമ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ഇപ്പം ഞങ്ങൾക്ക് സമയത്തിന് നല്ല റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഞങ്ങൾക്ക് 0 പീരീഡ് ആയിട്ട് ലാസ്റ്റ് പീരീഡ് ഞങ്ങൾക്ക് സമയം തരും. ശരി. അപ്പോൾ നമുക്ക് മായ മിസ്സും ഷീജ മിസ്സും ഒക്കെ മ്യൂസിക്കും ഡാൻസും ടീച്ചേഴ്സൊക്കെ ഞങ്ങളെ സഹായിക്കും. പിന്നെ ഞങ്ങളിപ്പം 5th കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൺ കൊറിയോഗ്രാഫി ആയിട്ട് ചെയ്യാം. ക്ലാസിക്കലും എങ്ങനത്തെ വേണം നമുക്ക് എല്ലാം ഡാൻസും ഡ്രാമ പാട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. സർഗോത്സവത്തിലൊക്കെ ഇപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. സ്റ്റുഡൻസ് ഒക്കെ അത്യാവശ്യം ഇൻവോൾവ് ആണ്. അതിനെങ്ങനെയാണ് പുറത്തുനിന്ന് ടീച്ചറെ വെച്ച് കൊറിയോഗ്രഫി ചെയ്താണോ പോകുന്നത് സർഗോത്സവത്തിന്? ചേച്ചി ഏതാ ഉദ്ദേശിച്ച സ്കൂൾ വൈസ്? നമ്മുടെ സ്കൂൾ വൈസ് നമ്മുടെ ചിന്മയെ വേണ്ടി നടത്തുന്ന സർഗോത്സവം ഇല്ലേ, കോമ്പറ്റീഷൻ, അതിനെങ്ങനെയാണ് വെളിയിൽ മിസ് തന്നെ കൊറിയോഗ്രഫി ചെയ്യുന്നത് അല്ലേ? ഓക്കെ. ചേച്ചി ഇപ്പം ആർട്സിന്റെ കാര്യം പറഞ്ഞു. ഈ സ്പോർട്സിലും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നോ? സ്പോർട്സിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്ര ആക്റ്റീവായിട്ടുള്ള ഒരാളല്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, സീരിയസ്ലി സ്പീക്കിംഗ്. പക്ഷേ സ്പോർട്സിലോട്ട് കൂടുതൽ ഇൻവോൾവ് ആക്കി എന്നെ കൊണ്ടുവരുന്നത് ശരിക്കും സ്മിത മിസ്സായിരുന്നു. അതായത് അന്ന് ഞങ്ങളുടെ PT ട്രെയിനറായിട്ട് വന്നിരുന്ന സ്മിത എന്ന് പറഞ്ഞ മിസ്സായിരുന്നു. ശരിക്കും മിസ്സ് വന്നിട്ട് എന്താണെന്ന് പറയുക, ഞാനാണ് ക്ലാസ്സിൽ അത്യാവശ്യം ഗേൾസിൽ നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരാൾ. അപ്പോൾ അതുകൊണ്ട് മിസ് എന്നെ അങ്ങ് ചൂസ് ചെയ്തു. ഞാൻ പറഞ്ഞു മിസ്സില്ല, ഞാൻ സ്പോർട്സ് അല്ല, എൻ്റെ മെയിൻ ആർട്സ് ആണ്. അതെന്താ സ്പോർട്സിൽ ഇൻവോൾവ് ആവണം, ആ ഒരു ഫിസിക്കൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അല്ല മിസ്സേ അതുകൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ മാക്സിമം ഒഴിഞ്ഞു മാറുന്നത്. പക്ഷെ മിസ്സ് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി അങ്ങ് തന്ന് ഈ PTക്ക് എന്നെ ലീഡറാക്കി. ഇവിടെ മാസ്റ്ററിൽ കണ്ടക്ട് ചെയ്യാനായിട്ട് മാസ്റ്ററിൻ്റെ ലീഡർ ഞാനായി. അപ്പോൾ അസംബ്ലിക്ക് മാസ്റ്ററിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഞാനാണ് പിന്നെ അത് കാണിക്കുന്നത്. സ്പോർട്സിലാണെങ്കിലും ഓരോ കാര്യങ്ങളിനകത്ത് എന്നെ ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ ഞാനിപ്പോൾ നമുക്ക് ജാവലിൻ ത്രോ ആണെങ്കിലും ഡിസ്കസ് ത്രോ ആണെങ്കിലും ഷോർട്ട് പുട്ട് ആണെങ്കിലും ഇതിനകത്ത് എല്ലാത്തിനകത്തും ഞാൻ ഇറങ്ങാൻ തുടങ്ങി. അത്യാവശ്യം ചെറിയ പ്രൈസുകളൊക്കെ മേടിക്കാൻ തുടങ്ങി. അപ്പോഴേ എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമല്ലേ. അപ്പം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ആലോചിച്ചതാണ്, ഇപ്പം ഒരുപക്ഷെ ഞാൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞ സമയത്ത് ഓക്കെ ആ കുട്ടിക്ക് താല്പര്യമില്ല, അതിന് കഴിവില്ലായിരിക്കും എന്ന് വിചാരിച്ച്
എന്നെ മാറ്റി നിർത്തിയെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഒന്നിനകത്തും ചിലപ്പോൾ ഒരു പ്രൈസ് മേടിക്കത്തില്ലായിരുന്നു. പക്ഷേ എനിക്കത് പറ്റും എന്നൊരാൾ എനിക്ക് സ്പോർട്സിൽ പറ്റും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് സ്മിത മിസ്സാണ്. ശരിക്കും മിസ് അത്യാവശ്യം ഒരു കില്ലാടിയായിരുന്നു കേട്ടോ. മിസ്സിൻ്റെ കാഴ്ചയിൽ എല്ലാം മിസ് അങ്ങനെ ഒരു കില്ലാടിയായിരുന്നു. അപ്പം മിസ് അത് പറഞ്ഞ് എന്നെ അതിനകത്ത് എല്ലാം ഇൻവോൾവ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയി ബാക്കിയുള്ളവരെയും ട്രെയിൻ ചെയ്യിപ്പിക്കുക, ബാക്കിയുള്ളവരെയും ഇതിനകത്ത് ഇൻവോൾവ് ആക്കുക എന്നുള്ള പിന്നെ എൻ്റെ ഉത്തരവാദിത്വമായി പോയി. അപ്പം പിന്നെ എനിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. അന്നേരം എനിക്ക് തന്നെ മനസ്സിലായി എനിക്ക് ഇതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നത് ശരിക്കും അപ്പോഴാണ്. പക്ഷേ എനിക്ക് എൻ്റെ ഓർമ്മയിൽ PT എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു 1 hour ഒക്കെ അല്ലേ കിട്ടുള്ളൂ. അതൊക്കെ തുടങ്ങുന്ന സമയത്ത് ഉല്ലാസ് സാറായിരുന്നു PT-ക്ക് സാറായിട്ട് വന്നത്. അപ്പം സാറ് ശരിക്കും വന്നു. അതിനുശേഷം നമ്മുടെ ഇവിടെ കലാ മിസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച മിസ് ഉണ്ടായിരുന്നു. മിസ്സുമായിട്ട് അവർ കല്യാണം കഴിച്ചു. പക്ഷെ പിന്നെ ഒരു സമയത്ത് സാറ് മരിച്ചു പോവുക ചെയ്തത്. എന്തോ കാര്യമായിട്ട് അസുഖം എന്തോ ആയിട്ട് സാറ് മരിച്ചു പോവുക ചെയ്തത്. അപ്പം അത് ഞങ്ങൾക്കൊരു ഭയങ്കര ഷോക്കായിരുന്നു. അപ്പം ആ PT എന്ന് പറഞ്ഞ് തുടങ്ങുമ്പം സ്പോർട്സ് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് സാറിനെ ശരിക്കും ഓർമ്മ വരുന്നത്. സാറാണ് എല്ലാം ഒന്ന് ബേസിക്സ് തുടങ്ങിയത്. പക്ഷേ സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. നമുക്ക് പറ്റത്തില്ല അങ്ങനെ ഇതൊന്നും പറ്റത്തില്ല. സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് തുടങ്ങുന്നതെങ്കിലും ഇങ്ങനെ കൂളായിട്ട് നിന്ന് കറക്റ്റ് നമ്മളെ ഡീൽ ചെയ്യാനായിട്ട് എന്നെ പക്ക ഡീൽ ചെയ്യാൻ പറ്റിയത് സ്മിത മിസ്സിനാണ്. എന്നാൽ മിസ് സ്ട്രിക്റ്റും ആയിരുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ ഈ അടുത്ത സമയത്ത് മിസ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെയെങ്കിലും വെച്ച് കണ്ട കാവ്യ എന്ന് തന്നെ വിളിച്ച് സംസാരിക്കും. അപ്പം ഞാൻ ഇപ്പോഴും മിസ്സിനോട് ഭയങ്കര താങ്ക്ഫുള്ളാണ്. കാര്യം അതിനുശേഷം ഞാൻ കോളേജിൽ പോയി. കോളേജിലും എനിക്കിതിനെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി, പ്രൈസ് മേടിക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് അതെനിക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഒരു പക്ഷേ അന്ന് അത് തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും കോളേജ് ലൈഫിൽ ഞാൻ ഇതിനൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തുപോലുമില്ല. അപ്പോൾ അത് പറ്റിയത് ഒരു ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഷട്ടിൽ കളിക്കുമായിരുന്നു. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നിപ്പോൾ ഈ കാണുന്ന നിങ്ങൾക്കിപ്പോൾ ഈ കിട്ടുന്ന കണക്കത്തെ ഗ്രൗണ്ട് ഒന്നും അന്നില്ല. അന്ന് ഫുള്ള് കൂടുതലും പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഗ്രൗണ്ടാണ്. ഇതുപോലെ ഉള്ള ബാസ്കറ്റ്ബോൾ കോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമുക്കതും പരിമിതികളായിരുന്നു. അപ്പോൾ എന്നാലും ഞങ്ങൾ കിട്ടുന്ന സമയത്ത് അന്ന് ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, ഗ്രൗണ്ട് എല്ലാം മോശമായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നിന്ന് കളിക്കാനോ ഒന്നും പറ്റില്ല. എന്നാലും ക്ലാസ്സിൽ ആരെങ്കിലും ഒരാളെ പാർട്ട്ണറായിട്ട് കിട്ടും. ഞങ്ങൾ അവിടെ അപ്പോൾ ബോയ്സ് ഗേൾസ് കളിക്കുന്നതിനൊന്നും പ്രശ്നമില്ല. അങ്ങനെ ഉള്ള ഒരു പ്രോബ്ലംസും നമുക്ക് ഇതുവരെ ഞങ്ങളുടെ പഠിത്ത സമയത്തൊന്നും ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. ഈ ആൺകുട്ടി പെൺകുട്ടി ഡിഫറൻസ് ഒന്നും. അതുകൊണ്ട് ഇന്നും ഇപ്പം ഈ പറഞ്ഞ ഓപ്പോസിറ്റ് സെക്സിനോട് നമുക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റി അങ്ങനെയൊന്നും ഫീൽ ചെയ്യത്തില്ല. അത് ആ ഒരു ഇക്വാലിറ്റി ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ആണ് പെണ്ണ് എന്ന് പറഞ്ഞാൽ സെയിം രീതിയിൽ തന്നെ കൺസിഡർ ചെയ്ത് പോകുന്ന ഒരു ഇതും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പോർട്സിലാണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പോൾ ഗേൾസിനെ പ്രത്യേകം മാറ്റി നിർത്തുക, ബോയ്സിന് പ്രിവിലേജ് കൊടുക്കുക, അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാത്തിനും അവരവരുടെ ടാലൻസ് അനുസരിച്ച് മിക്സ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ഗ്രൗണ്ടൊക്കെ ഇപ്പം എനിക്കൊന്ന് കുറച്ച് സമയമായിട്ടേ ഉള്ളൂ അല്ലേ ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ മോഡിഫൈ ചെയ്ത് വന്ന്. ഇനിയും കുറച്ചുകൂടി ഡെവലപ്മെന്റ്സ് വരാനുണ്ടോ എന്ന് ഇങ്ങനെ പ്രിൻസിപ്പൽ മാം പറഞ്ഞു. പക്ഷെ അന്ന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ലിമിറ്റേഷൻ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നെ അന്നത്തെ പിന്നെ മെയിൻ കളി എന്ന് വെച്ചാൽ ഷട്ടിൽ കളിക്കുക എന്നുള്ളൊരൊറ്റ സംഭവം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഫെസിലിറ്റി ഇല്ലേ, അത് തന്നെ ഭയങ്കര ചേഞ്ചസാണ്. എനിക്ക് തോന്നുന്നു ഇനിയൊരു നെക്സ്റ്റ് 5 years നോക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ചിന്മയ്ക്ക് കുറേ കൂടി മാറ്റമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അടുത്ത 5 വർഷം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴേക്കും കുറേ കൂടി ചേഞ്ചസ് ആയിരിക്കും കാണാൻ പറ്റുക. ചേച്ചിക്ക് സ്കൂളിൽ എന്തെങ്കിലും രസകരമായിട്ടുള്ള എന്തെങ്കിലും നിമിഷങ്ങൾ ഓർത്തെടുക്കാൻ പറ്റും? രസകരമായിട്ട് ഒരുപാട് നിമിഷങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഭയങ്കര രസകരമായിട്ടെന്ന് പറഞ്ഞ് ഞാൻ ഇന്നിപ്പം ഇവിടെ സ്കൂളിലോട്ട് വന്നപ്പോൾ തന്നെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴ ഉണ്ടപ്പോൾ ശരിക്കും കുറേ വർഷങ്ങൾ പിന്നോട്ട് ഞാനൊന്ന് പോയി. അന്ന് ആ സമയത്ത് മെയിനായിട്ടൊരു കാര്യം പറയണമല്ലോ. ആ സമയത്തെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ സ്കൂൾ ബസ്സിൽ വരുന്ന കുട്ടികളും അല്ലെങ്കിൽ സ്കൂൾ വാൻസിൽ വരുന്ന കുട്ടികളും അങ്ങനെയായിരുന്നല്ലോ. അപ്പം എനിക്ക് അത്യാവശ്യം കുറച്ച് മോഷൻ സിക്നസ്, ട്രാവൽ സിക്നസ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ ഞാൻ റൈഡ് ചെയ്യുമായിരുന്നു. അന്നും 2 wheeler ഓടിക്കുന്ന ഒരാളായിരുന്നു. അപ്പം അന്ന് ആ സമയത്താണ് ഈ ലൈസൻസ് ഇല്ലാതെ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടർ ഇറങ്ങുന്ന ഒരു സമയമായിരുന്നു. അപ്പം അച്ഛൻ ഉണ്ണുണ്ണിയുടെ ആദ്യത്തെ സ്കൂട്ടർ എനിക്ക് എടുത്തു തന്നു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഞാനൊരു 8ാം ക്ലാസ്സിലോട്ട് കയറുന്ന സമയത്താണ് ഇത് എടുത്തിരുന്നത്. അപ്പം എനിക്ക് ട്രാവൽ സിക്നസ് ഉള്ളതുകൊണ്ട് മിക്കപ്പോഴും അവിടെ നിയർ ബൈ ഒരു വെഹിക്കിളിൻ്റെ സപ്പോർട്ടോടുകൂടിയായിരിക്കും ഞങ്ങൾ ഇവിടെ കൊണ്ടാക്കിയും വിളിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യില്ലേ, ഞാൻ വോമിറ്റ് ചെയ്യും, എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ അച്ഛൻ വിചാരിച്ചെങ്കിൽ പിന്നെ സ്കൂട്ടർ കൊടുക്കുവാണെങ്കിൽ ഇതിനകത്ത് അവൾ പൊക്കോളുമല്ലോ എന്ന് വിചാരിച്ച് ഒക്കെ മേടിച്ച് തന്നു. അപ്പം നമ്മൾ പെർമിഷൻ എടുക്കണമല്ലോ. അപ്പോൾ അന്ന് നിർമ്മല മിസ്സായിരുന്നു പ്രിൻസിപ്പൾ. മിസ്സിനെ വന്ന് കണ്ട് പെർമിഷൻ എടുത്തു. അപ്പോൾ അതും എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം ചില സ്കൂൾസിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ റെസ്ട്രിക്റ്റ് ചെയ്യും, ഇല്ല പറ്റില്ല, അത് ബാക്കിയുള്ള കുട്ടികൾക്ക് അതാണ് ഇതാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതിൽ പോലും മാം അതിനെ ഭയങ്കര പോസിറ്റീവായിട്ട് കണ്ട് അതിനെന്താ ബാക്കിയുള്ള കുട്ടികൾക്ക് അതൊരു ഇൻസ്പിറേഷൻ അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും മാം അതിന് പെർമിഷൻ തന്നു. അന്ന് മുതൽ എനിക്ക് തോന്നുന്നു ചിന്മയ വിദ്യാലയ കൊല്ലത്തിന് അതൊരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. കാര്യം ആദ്യമായിട്ട് സ്കൂട്ടറിൽ വരുന്ന ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞ് ഞാനായിരുന്നു അന്ന് ആ സമയം, അത് 8ാം ക്ലാസ്സിൽ.
നമുക്ക് എല്ലാവരും ലൈസൻസ് ഉള്ള സമയത്ത് ഓടിക്കണം എന്ന് പറയുമ്പോൾ ലൈസൻസ് ഇല്ലാത്തൊരു വണ്ടിയായിട്ട് വരുന്ന അന്ന് ഞാനായിരുന്നു. അപ്പം അങ്ങനെ വന്ന് അപ്പം നമ്മൾ 2 വീലർ വരുമ്പോൾ ഇതുപോലൊരു മഴയുള്ള ദിവസം ഹെൽമെറ്റും ഒക്കെ ഇട്ട് റെയിൻ കോട്ടും ഒക്കെ ഇട്ടാണ് ഞാൻ വരുന്നത്. വന്നു ഇച്ചിരി ലേറ്റായി പോയി. നമ്മുടെ ഇവിടെ ഈ ഗേറ്റ് അടഞ്ഞു കിടക്കുമ്പം ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണല്ലോ ഇത് ക്രോസ് ചെയ്തൊക്കെ വരിക. അപ്പോൾ ഒന്ന് ഇച്ചിരി ലേറ്റായി പോയി. ഇവിടെ ലേറ്റായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, ക്ലാസ്സിലോട്ട് പിന്നെ നമുക്ക് അലോട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാൽ പോലും അന്ന് ലേറ്റായി ഇതെല്ലാം ഊരി താഴെയൊക്കെ വെച്ചിട്ട് പോകണമല്ലോ. പക്ഷെ ഞാൻ ഹെൽമെറ്റ് ഊരാൻ മറന്നുപോയി. ഹെൽമെറ്റ് ഊരാൻ മറന്നിട്ട് ഹെൽമെറ്റ് ഇട്ടുകൊണ്ടാണ് നേരെ ക്ലാസ്സിൽ ചെല്ലുന്നത്. റെയിൻകോട്ടും എല്ലാം ഊരി വെച്ചു, ഹെൽമെറ്റ് ഇട്ടുകൊണ്ടാണ് ഞാൻ നേരെ ക്ലാസ്സിൽ ചെല്ലുന്നത്. ക്ലാസ്സിൽ ചെന്നിട്ട് മേ കമിൻ മാം എന്ന് ചോദിച്ചപ്പോഴേക്കും മാം ചോദിച്ചു ആരാ എങ്ങോട്ടാ. ഞാൻ പറഞ്ഞല്ല ക്ലാസ്സിനകത്തോട് കയറാനാ. ഞാൻ പറഞ്ഞു അല്ല അത് മനസ്സിലായി, എങ്ങോട്ടാ ഇതാരാ മനസ്സിലാവണ്ടേ, എനിക്ക് രൂപം കാണണ്ടേ. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ ഞാൻ ഹെൽമെറ്റ് ഊരി ഞാൻ പറഞ്ഞു സോറി മിസ് എന്നൊക്കെ പറഞ്ഞ ഹെൽമെറ്റ് ഊരി ഞാൻ വെച്ചു. അപ്പോഴേക്ക് ക്ലാസ്സിൽ മൊത്തം എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ കുറേ ബോയ്സ് ഉണ്ട്, അവന്മാരിങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെറുത് കിട്ടിയാൽ മതി. എന്നെ അപ്പോഴേ അന്നും എനിക്ക് കണ്ണാടിയുണ്ട്, സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എന്നെ കണ്ണാടി എന്ന് അവന്മാർ വിളിച്ച് കളിയാക്കുമായിരുന്നു. അപ്പം ഈ സ്വാഭാവികമായിട്ടും ഹെൽമെറ്റ് ഒക്കെ ഇത് തുറന്നിരുന്നത് കൊണ്ട് ഗ്ലാസ്സസ് എല്ലാം വെറ്റായി. അപ്പം ഇതെനിക്ക് പിന്നെ തുടച്ചെങ്കിലല്ലേ പറ്റും. അപ്പം കയ്യിൽ ഹെൽമെറ്റ്, ബാഗ്, ലഞ്ച് ബാഗ് ഇതെല്ലാം കൂടി ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കണ്ണാടി ഊരാനും ഒന്നും പറ്റില്ല. കണ്ണാടി മൊത്തം വെള്ളമാണ്. എനിക്ക് ആരാ ചിരിക്കുന്നത് ആരാ ക്ലാസ്സിൽ ഇരിക്കുന്നത് ഒന്നും നന്നായിട്ട് കാണാൻ പോലും, പ്രത്യേകിച്ച് കറണ്ടും ഇല്ല ക്ലാസ്സിൽ. അതാണ് ഏറ്റവും വലിയ കോമഡി. അപ്പം ഒരു ഇരുട്ടായിട്ട് ഇരിക്കുക അറ്റ്മോസ്ഫിയർ. ഞാൻ അങ്ങനെ ലാസ്റ്റ് മിസ് പെർമിഷൻ ഞാൻ അകത്ത് കയറിയപ്പോൾ എൻ്റെ അന്ന് ഈ റൊട്ടേഷൻ ഉണ്ട് നമുക്ക്, അതായത് ഹൈറ്റ് വൈസ് ആണ് നമ്മൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും ബെഞ്ചസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമായിരുന്നു. നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ട് അങ്ങനെ ഓരോ ദിവസം നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിരിക്കണം. പെർമനന്റ് സീറ്റ് ഇല്ല ആർക്കും. അപ്പം എൻ്റെ റൊട്ടേഷൻ എനിക്ക് കാണാൻ പറ്റില്ല. അന്നത്തെ റൊട്ടേഷനിൽ ഞാൻ ഫ്രണ്ട് സീറ്റ് അറ്റത്താണ് വരുന്നത്. ഈ അറ്റത്തിനോട് ചേർന്ന് തന്നെ ഒരു ഡസ്റ്റ്ബിൻ അവിടെ ഇരിപ്പുണ്ട്. ഇതൊന്നും ഞാൻ കാണുന്നില്ലല്ലോ, ബെഞ്ച് ചേർന്ന് കിടക്കുക. ഞാൻ നേരെ വരുന്നു, മറ്റേ കണ്ണാടിയൊന്നും തുടയ്ക്കാൻ പറ്റില്ല, നേരെ വരുന്നു. ഞാൻ വന്ന് ഇരിക്കുന്നത് ഈ ഡസ്റ്റ്ബിനകത്ത്. ഉടനെ ക്ലാസ്സിലെല്ലാം ഭയങ്കര ചിരിയും ബഹളവും കണ്ണാടാൻ പോയി. അവസാനം ബോയ്സിലെ വിഷ്ണു എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്കൊരു കാര്യം ചെയ്യാം, കണ്ണാടിയിൽ 2 വൈപ്പറും കൂടെ സെറ്റ് ചെയ്ത് തരാം, അതാവുമ്പോൾ പിന്നെ ഈ ബുദ്ധിമുട്ട് വരത്തില്ലല്ലോ, നോക്കി കണ്ടിരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മൊമെന്റ് അത് ഞാൻ ഇന്നും ശരിക്കും ഓർക്കുന്ന ഒരു മൊമെന്റ്. ഈ കണ്ണാടിയിൽ നിന്ന് വിളിക്കുന്നതാണെങ്കിലും ഈ വൈപ്പർ സെറ്റ് ചെയ്യാൻ എനിക്ക് ആദ്യമായിട്ട് കണ്ണാടിക്ക് വൈപ്പർ സെറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ വണ്ടിയൊക്കെ എല്ലാം വൈപ്പറുള്ളൂ. പക്ഷെ അത് ഞാൻ ആലോചിച്ചു അത് കൊള്ളാം ശരിക്കും. ആലോചിക്കുമ്പോൾ ഒരു ഐഡിയ, ഇത് ഊരി തുടച്ചൊക്കെ വരുമ്പോഴേ അതൊരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു മൊമെന്റ്. ഇന്ന് ഞാൻ ഓർക്കുന്ന ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആയിരുന്നു ശരിക്കും അത്. ഇപ്പോൾ ചേച്ചിയുടെ അടുത്ത് കുറേ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ പറ്റി, ചേച്ചിയുടെ കാര്യങ്ങൾ കുറേ എനിക്ക് അറിയാൻ പറ്റി. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്കും സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 2013 പാസ് ഔട്ടിന് ശേഷം ഐ തിങ്ക് 12 ഇയേഴ്സിന് ശേഷം ഞാൻ ഇവിടെ ഇങ്ങനെ വരുമ്പം എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാര്യം ഈവൻ ഒരുപാട് കാര്യങ്ങൾ മെമ്മറീസ് കളക്ട് ചെയ്യാൻ പറ്റിയത് തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം. ഇപ്പോൾ ലൈഫിൽ നമുക്കിപ്പം എന്ത് പ്രശ്നം വന്നാലും എന്ത് ബുദ്ധിമുട്ടുകളൊക്കെ വന്നാലും അതിനെയൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പ്ലസൻ്റ് ആയിട്ട് ഫേസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഇന്നോളം ഞാൻ അങ്ങനെ തന്നെ, ഇനി അങ്ങോട്ടും അങ്ങനെ തുടരണം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ശരിക്കും ഇത് കുറച്ച് ബ്യൂട്ടിഫുൾ കുറച്ച് സമയമായിരുന്നു ഇപ്പോൾ ഈ കിട്ടിയത്. കാര്യം പണ്ടത്തെ കുറേ ഇപ്പോൾ ശരിക്കും ഈ ഇത്രയും സ്റ്റോറീസ് ഞാൻ പറയുമ്പോൾ തന്നെ കുറേ വ്യക്തികളുടെ മുഖങ്ങൾ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ മിന്നി മാഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് തരുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്ക് ചിലപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന അറിയത്തില്ല, അത്രയും ഭയങ്കര ഒരു സന്തോഷമാണ്. ഫ്രണ്ട്സിനാണെങ്കിലും ടീച്ചേഴ്സാണെങ്കിലും ഇവിടെ നിന്ന് പോയ ടീച്ചേഴ്സിനെ പോലും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പം സ്കൂൾ വിത്ത് എ ഡിഫറൻസ് എന്ന് ചിന്മയെ പറയുന്നത് എനിക്ക് എൻ്റെ ലൈഫിൽ ഇറ്റ്സ് എ ടോട്ടൽ ഡിഫറൻസ്.